MLA സ്ഥാനവും രാജിവെച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെ കുഴപ്പത്തിലാക്കി കോവൂർ കുഞ്ഞുമോൻ പോയതോടെ ഇനി എന്ത് എന്ന് പല സഹസഖാക്കളും ചോദിച്ചു. ഒടുവിൽ കുഞ്ഞുമോൻ എല്ലാത്തിനും ഉത്തരം നൽകിയിരിക്കുന്നു. RSP കുഞ്ഞുമോൻ എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി. എയും ഐയും മൂന്നാം ഗ്രൂപ്പും ഒക്കെ കോൺഗ്രസുകാർ കൊണ്ടുപോയതിനാൽ പേരിന്റെ കാര്യത്തിൽ കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അതായത് RSPയുടെ ഒരു വിഭാഗം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പേടിപ്പിക്കാൻ മാത്രം ഞെട്ടിക്കുന്ന മറ്റൊരു പേര് വേറെയുണ്ട്. നമ്മുടെ ഈ യഥാർത്ഥ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രം എത്തുന്ന RSP ലെനിനിസ്റ്റ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ലെനിനിസ്റ്റ് RSP ലെനിനിസ്റ്റ് പേരൊക്കെ കൊള്ളാം. എങ്ങനെയാണ് ആൾക്കൂട്ടത്തിന്റെ സ്ഥിതി? കേരളത്തെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള പങ്കാളിത്തം ഉണ്ടാകുമോ? മുഴുവൻ ആളുകളെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മാധ്യമ സുഹൃത്തുക്കൾ, ഞങ്ങൾ ഒരു ശൈശവ ദിശയിലാണ്. നിങ്ങളുടെ എല്ലാം സഹായങ്ങൾ ഈ പാർട്ടിയെ കലപിടിപ്പിക്കുന്നതിൽ, ഈ പാർട്ടിയെ ബഹുജന അടിത്തറ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു വലിയ സംഭാവന ഞങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് പല വിലങ്ങുകളും തടയലും വന്നേക്കാം. പക്ഷേ മലയാള മനോരമയുടെ ചാനൽ, എന്റെ പ്രിയ സുഹൃത്ത് ദീപു അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ, കൈരളി ചാനൽ, അതുപോലെ തന്നെ മീഡിയ വണ്ണിന്റെ ചാനൽ, എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അച്ചടി മാധ്യമങ്ങളിലുള്ള നമ്മുടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചാനലുകാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. പാർട്ടി മീറ്റിങ്ങുകൾക്കൊക്കെ വരും. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചെയ്യുകയോ ആപത് കാലത്ത് ഒന്ന് സഹായിക്കുകയോ പോലും ചെയ്യില്ല. ഉദാഹരണത്തിന് കോവൂർ കുഞ്ഞുമോൻ രാജിവെക്കും മുമ്പ് സ്പീക്കറുടെ അടുത്ത് പോയി സർക്കാർ ഡയറികൾ അടിച്ചെടുത്തു എന്നാണല്ലോ ഷിബു ബേബി ജോണിന്റെ ആരോപണം. അതിന് ഇതുവരെ മാധ്യമങ്ങളിൽ നിന്ന് ഒരു പ്രതികരണം കോവൂരിന് സഹായകരമായി കിട്ടിയോ? ഇല്ല. അതുകൊണ്ട് കോവൂർ തന്നെ ഉത്തരം പറയണം ആ ഡയറിയെക്കുറിച്ച്. ഞാൻ സ്പീക്കറുടെ കയ്യിൽ നിന്നും ചില മന്ത്രിമാരുടെ കയ്യിൽ നിന്നും ഡയറി വാങ്ങിച്ചെന്നാ പറയുന്നത്. മാനമുണ്ടോ ഇങ്ങനെ വർത്തമാനം പറയാൻ? 140 MLA-മാർക്കും ഗവൺമെന്റ് അടിച്ചു കൊടുക്കുന്ന ഡയറി, ആ ഡയറി എനിക്കും അതേപോലെ തന്നു. എന്റെ ഓഫീസിൽ കൊണ്ടുവന്നു. തിരുവനന്തപുരം പാളയം MLA ഹോസ്റ്റലിന്റെ ഓഫീസിൽ എനിക്കും കൊണ്ടുവന്നു ഡയറി. അത് എല്ലാവർക്കും കിട്ടും. MLA-മാർക്ക് 100 ഡയറി, മന്ത്രിമാർക്ക് 1000-ലധികം ഡയറി. ഇപ്പോൾ ഞങ്ങൾക്ക് ആദ്യ ഗഡു തന്നത് 40 ഡയറിയാ തന്നെ. അതിനാ പറയുന്നത്, അദ്ദേഹം പറയുന്നു ഡയറി വാങ്ങിച്ചുകൊണ്ട് രാജിവെച്ചെന്ന്. എന്ത് രാഷ്ട്രമോ ഇങ്ങനെ പറയാൻ? കോടിക്കണക്കിന് രൂപ സരിതയുടെ കയ്യിൽ നിന്നും വാങ്ങി ഇട്ടുള്ള മന്ത്രിമാർ ഇവിടെ ഇരിപ്പുണ്ട്. അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഞാൻ 4-5 ഡയറി വാങ്ങിച്ചെന്നാ ഇപ്പോൾ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന വിലയിരുത്തൽ. എവിടെ തന്നെ നിൽക്കും? ഡയറികൾ മാത്രമല്ല, തന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കൂടി അടിച്ചെടുത്തു എന്ന ആരോപണം കൂടി ഷിബുവിനുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ട തൊഴിലാളി സഖാക്കൾക്ക്, എന്റെ പ്രവർത്തകർക്കറിയാം, കഴിഞ്ഞ 15 വർഷക്കാലമായി ഒരു കശുവണ്ടി തൊഴിലാളിയുടെ മകനായി പിറന്ന ഈ മണ്ഡലത്തിന്റെയും ഈ സംസ്ഥാനത്തിന്റെയും പൊതുവിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിനും ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായി നിന്നുകൊണ്ട് നയാ പൈസ ഉണ്ടാക്കാത്ത ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. നിങ്ങൾ ഷിബു ഗോവിന്ദന്റെ വീടും പ്രേമചന്ദ്രന്റെ വീടും അതേപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ വീടുകൾ പരിശോധിക്കണം. 2 നില വീടുകൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്റെ വീട് ഇപ്പോൾ നോക്ക്. ഞാൻ പണ്ട് എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുന്നു എന്റെ പൊതുജീവിതം. എത്ര ഉന്നതങ്ങളിൽ പോയാലും ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കും. ഞാൻ പഠിച്ചു വന്ന രീതി, ഞാൻ വളർന്നു വന്ന രീതി, അതാണ് എന്റെ ആത്മവിശ്വാസം. 1 ലക്ഷം രൂപ ഏതെങ്കിലും പാർട്ടി മണ്ഡലം സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തിട്ട് വോട്ടർമാരെ ചേർക്കാൻ പറഞ്ഞിട്ട് കോവൂർ കുഞ്ഞുമോൻ LDF-ലേക്ക് വന്നപ്പോൾ കോവൂർ കുഞ്ഞുമോൻ അപരാധനായി മാറി. അവരുടെ മുന്നിൽ ഇത്രയും നാളൊന്നും പറയണ്ടായിരുന്നു. അവർക്ക് എന്തെല്ലാം അഴിമതി കഥകളാ പറയുന്ന. RSP നിലവിൽ വരുമ്പോൾ പ്രേമചന്ദ്രനും കൂട്ടുകാരും ആശങ്കയിലാകും എന്നതാണ് ലെനിനിസ്റ്റുകാരുടെ ഏക പ്രതീക്ഷ. എന്നാൽ ഉമ്മൻചാണ്ടി പ്രേമചന്ദ്രനെയും കൂട്ടരെയും കൂടെ നിർത്താൻ എന്തു ത്യാഗത്തിനും സന്നദ്ധവുമാണ്. ഭരണത്തിൽ തിരിച്ചെത്താൻ പലതും ചെയ്യണമല്ലോ. ഇനി നാളെ നടക്കുന്ന ബജറ്റിലൂടെ തുടർ ഭരണത്തിനായുള്ള പൊടിക്കൈകൾ ആവോളം വിതരണം ചെയ്യുകയും ചെയ്യും. ബജറ്റ് വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.